ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഇപ്പോഴേ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മസാഫി വാട്ടർഫോൾസും വാദി ദിഫ്തയും കാണാൻ പോയതും ബാർബിക്യൂ ചെയ്തതും നല്ലൊരു ഫാമിലി ടൈം എൻജോയ് ചെയ്തതുമാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഒരു മാസം മുന്നെടുത്ത് വെച്ചതാട്ടോ. നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉള്ള മടി കാരണം ലേറ്റായി പോയി. മസാഫി വാട്ടർഫോൾസിൽ വെള്ളം കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ പോയ സമയത്ത് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ പെയ്ത ഉടനൊക്കെ ആണെങ്കിലാണ് നന്നായി വെള്ളമൊക്കെ ആയിട്ട് കാണാൻ ആ ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ പോയ സമയത്ത് വെള്ളമൊക്കെ നല്ലോണം കുറവായിരുന്നു. മസാഫിയിൽ ഉള്ള വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ കുട്ടികൾ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാദി ദഫ്തേക്ക് പോന്നു. ചുറ്റും മലനിരകളും ഡാമുകളും കുഞ്ഞു കുഞ്ഞു ഫാമുകളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ വാദി ദഫ്ത. ഇവിടെ നമ്മൾ ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലം സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരാളെ കാണുന്നത്. ഇതിന് തൊട്ട് മുന്നേ കളർഫുൾ ആയിട്ടുള്ള ഒരെണ്ണം വെള്ളത്തിൽ ചത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ടോയ് ആണെന്ന്. അപ്പോഴാണ് റുബിത്ത പറയുന്നത് ആള് ജീവനുള്ള ഒരെണ്ണത്തിനെ കണ്ടിരുന്നു എന്ന്. തള്ളി മറിക്കോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇയാൾ എൻട്രി. നമ്മളെ കൂട്ടത്തിൽ അളിയൻക്കൊഴിക്കുക നമ്മൾക്ക് എല്ലാവർക്കും പാമ്പിനെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ടോ ഇനി ഇവിടെ ബാർബിക്യൂ ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ നമുക്ക് അവിടെ ഒരു ഫാമിൻ്റെ സൈഡിൽ സ്ഥലമൊക്കെ സെറ്റായി. ഇക്കാടെ സിസ്റ്ററും ഫാമിലിയും ബ്രദറും ഫാമിലിയും കുട്ടികളും ഉണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ഇവരിവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് ചാർക്കോളൊക്കെ കത്തിച്ചെടുക്കുന്ന ടൈമുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഫാമിൽ പോയിട്ട് ഫാം ഒന്ന് വിസിറ്റ് ചെയ്തു. ഫാമിലത്തെ പണിക്കാരെ കണ്ട് അവരോട് അനുവാദമൊക്കെ ചോദിച്ചപ്പോൾ അവർ ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു. ഇതാണ് കേട്ടോ ഫാമിൻ്റെ ഉള്ളിലത്തെ വ്യൂ. മിണ്ടല്ലത് അവിടെ നിൽക്കാന്ന് സ്വീറ്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ. अभी थोड़ा बड़ा होने का ना। हाँ, ये कितना ये कब निकालते हैं? एक महीना अभी चौड़ा ओके तीन वो എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. കൂടുതലും സലാഡിലിടുന്ന ലീവ്സും മിൻറ്റും കൊറിയാൻഡറും മുളകും ലെമണും ക്യാരറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ, പാലച്ചോളം, മധുരക്കിഴങ്ങ്, വാഴ, മുന്തിരി, എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രഷ് മിൻറ്റും റെഡ് കളർ മുളകും കേട്ടോ എന്നെ കൂടുതലും ഇവിടെ ആകർഷിച്ചത്. ഈ മിൻറ്റും മുളകും എത്ര ഷൂട്ട് ചെയ്തിട്ട് എനിക്കണ്ട് മതിയാവും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിറങ്ങിയപ്പോഴേക്കും ഇവിടെ ചിക്കനൊക്കെ ഒരുവിധം ചുട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് മസാലയിൽ റുബിത്ത ചിക്കൻ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവരിവിടെ ഓരോന്നോരോന്നായി സെറ്റ് ചെയ്ത് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും ചിക്കൻ ചുടണ മണവും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സോങ്സും എല്ലാവരും കൂടെയുള്ള സംസാരമൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലോ എന്ന് പേടിച്ച് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇവരിവിടെ ഇത് സെറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് ബീഫ് സെറ്റാക്കാനുണ്ട്. ബീഫേക്കുള്ള വെജീസൊക്കെ നമുക്ക് ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാം. ബീഫിക്കുള്ള മുളകും മല്ലിയിലും മിൻറ്റൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫാമിൽ നിന്ന് തന്നെ പറിച്ചെടുത്തു. ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ. അതും ഇങ്ങനെ മലനിരകൾക്കടിയിലൊക്കെ ആകുമ്പോൾ. കട്ടിംഗ് ബോർഡൊന്നും കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് പ്ലേറ്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ സവാളൊക്കെ കട്ട് ചെയ്തത്. ഇങ്ങനെയൊക്കെ പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യുമ്പോൾ പല ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സന്തോഷം അൺലിമിറ്റഡ് ആവും അല്ലേ. ആ ഫുഡിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് അല്ലേ എല്ലാവരും ഒപ്പമുണ്ടായി സംസാരിച്ച് ഹെൽപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ. ഇത് ഇക്കാടെ ബ്രദർ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുക്ക് ചെയ്ത ബീഫായിരുന്നു. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഉപ്പും കുരുമുളകും മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ റീൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ പിടിച്ചു തരാനും ഇളക്കി തരാനും ഒക്കെ ആയിട്ട്. നമ്മൾ ബീഫ് ഇവിടെ റെഡിയായി വന്നപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ കബാബൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാടെ സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു കേട്ടോ ഈ കബാബ്. റെസിപ്പി ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊരു ദിവസം ട്രൈ ചെയ്യാം. ഫാമിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കുഞ്ഞു പള്ളിയും ടോയ്ലറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് വീടുകളുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊരു പുരാതന ഗ്രാമമാണ്. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നെഗ്ബിയൻസ് എന്ന് പറഞ്ഞൊരു ഗോത്രക്കാർ താമസിച്ചിരുന്നൊരു വില്ലേജാണിത്. ഏതാണ്ട് 15 വർഷം മുന്നേ വരെ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വീടുകളുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ കാണുന്നത്. ചുറ്റിലും മലനിരകളാണ്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഈ മലനിരകൾക്കടിയിൽ ഈ ഫാമിൻ്റെ ബാക്കിലായിട്ട് നെഗ്ബിയൻസ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഖബർസ്ഥാനും കാണാം. ആ ഫൂട്ടേജിൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇവിടുത്തെ ഗോത്രക്കാർ പിന്നെ സമീപ പ്രദേശങ്ങളായ കൽബ, ദഫ്ത, കോർഫുഖാൻ, റാസൽ ഗൈമ, ഷാർജ എന്നിടങ്ങളിലേക്ക് മാറി താമസിച്ചതായിരിക്കാം. നമ്മൾ മുകളിൽ പോയി താഴോട്ട് വന്നപ്പോഴേക്കും അടുത്ത സെറ്റ് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ തിന്ന് മരിക്കും ഗൈസ്. 2 ഫുൾ ചിക്കൻ ബട്ടർഫ്ലൈ ഷേപ്പിൽ ചാർക്കോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലൊരു പ്രത്യേക തരം റെഡ് സോസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് കഴിക്കാനും. എല്ലാത്തിൻ്റെയും കൂടെ മണം മൂക്കിലടിച്ച് കയറിയിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. ഒരു ഭാഗം ഗ്രില്ലായി സെറ്റായി വന്നപ്പോൾ അടുത്ത ഭാഗത്ത് സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് വീണ്ടും ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയത്ത് വേറൊരാളുടെ ഫാഷൻ ഫുഡ് മൊഹിത്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോഴേക്കും നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഫുഡ് സെർവ് ചെയ്ത് എൻജോയ് ചെയ്തിരുന്ന് കഴിച്ചു. ബീഫും ചിക്കനും കബാബും ഹുമ്മൂസും കുബൂസും മയോണീസൊക്കെ ആയിട്ട് അടിപൊളി. ഈ ദഫ്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുവിധം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഫ്രൂട്ട്സും പ്ലാന്റ്സും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അഹമ്മദ് അൽ അഫീത്തി എന്ന് പറയുന്ന ആളുടെ ഓണർഷിപ്പിൽ 2018 ഒരു പ്രൊജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്തു. വാദി അൽ ദഫ്ത പ്ലാന്റേഷൻ എന്ന പേരിൽ. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ദഫ്ത ഒരു കാർഷിക മേഖലയാക്കി മാറ്റാനുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. GCCയിലും മിഡിൽ ഈസ്റ്റിലും ഇപ്പോൾ ഏറ്റവും വലിയൊരു കാർഷിക മേഖലയാണ് വാദി ദഫ്ത പ്ലാന്റേഷൻ. അങ്ങനെ നമ്മൾ വാദി ദഫ്തനോട് ബൈ ബൈ പറഞ്ഞു. ഇത് ഞാൻ അവിടുത്തെ ആളോട് വേരോട് കൂടിയ മിന്റിൻ്റെ ചെടി വാങ്ങിച്ചതായിരുന്നു. താൻ നേരം വൈകിയോണ്ട് ഞാനതൊരു കപ്പിൽ വെള്ളം നിറച്ച് വെച്ചതായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുഴിച്ചിടണത്. ഇത് നമ്മളന്ന് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന മുളകാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഉപ്പിലിട്ട് വെക്കാനാണ് കേട്ടോ പ്ലാൻ. ഇത് ഉപ്പിലിടുന്ന ഷോർട്സ് വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുളക് നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈ ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഉപ്പിലിട്ടത്. ഉപ്പിലിടാൻ യൂസ് ചെയ്യുന്ന ജാറും ഡ്രൈ ആണെന്ന് ഉറപ്പുവരുത്തണേ. ജാറിൽ ഉപ്പും മുളകും ലെയർ ചെയ്തിട്ട് കുറച്ച് വിനെഗറും കൂടുതൽ ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഉപ്പിലിട്ട് വെച്ചത്. ബാക്കി വന്ന മുളക് എയർ ടൈറ്റ് ആയ ഒരു കണ്ടെയ്നറിൽ താഴെയും മുകളിലും ടിഷ്യൂ വെച്ച് സൂക്ഷിച്ചു വെച്ചു. അതില്ലേ എനിക്ക് ഈ ലോങ് വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കാൻ ഒട്ടും തന്നെ കോൺഫിഡൻസ് കിട്ടണില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക.